അച്ഛനെ എന്താ പറയുക മരിച്ച് 24 വർഷത്തിന് ശേഷം ഒരു സിനിമ റിലീസാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അച്ഛനെ സ്ക്രീനിൽ കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷം. ഞാൻ 4th സ്റ്റാൻഡേർഡിലോ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പക്ഷേ എന്താ പറയുക ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടല്ല കണ്ടത്. പക്ഷേ ലൈക്ക് എൻജോയ്ഡ് എ ലോട്ട്. ലൈക്ക് താങ്ക്സ് ടു ഫാസിൽ സാർ. വർഷങ്ങൾക്ക് ശേഷം മൂവി തിയേറ്ററിൽ കണ്ടപ്പോൾ അടിപൊളി, ഭയങ്കര എന്താ പറയുക ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അച്ഛൻ മരിച്ചിട്ട് 24 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ എന്താ പറയുക മരിച്ച് 24 വർഷത്തിന് ശേഷം ഒരു സിനിമ റിലീസാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അച്ഛനെ സ്ക്രീനിൽ കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് ഈ സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് ഞാൻ 4th സ്റ്റാൻഡേർഡിലോ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പക്ഷേ എന്താ പറയുക ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടല്ല കണ്ടത്. പക്ഷേ ലൈക്ക് എൻജോയ്ഡ് എ ലോട്ട്. ലൈക്ക് താങ്ക്സ് ടു ഫാസിൽ സാർ. വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയാണ്? ഒരു കോമഡി കഥാപാത്രമാണ്. അത് നമുക്ക് ഹ്യൂമറായിട്ട് തന്നെയല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ. ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. തീർച്ചയായും തിയേറ്ററിൽ വന്ന് കാണണം. ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. ലൈക്ക് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം ഈ പടം. അടിപൊളി. ലൈക്ക് നല്ല ഫീലിംഗ് അല്ലേ നമ്മൾ ഫുൾ സ്ക്രീൻ നമ്മൾ കാണുന്നത്. അടിപൊളിയല്ലേ. ഫർഹാൻ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഫാസിൽ സാറിൻ്റെ രണ്ടാമത്തെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫർഹാൻ ഉണ്ടായിരുന്നു ഷോന്. ലൈക്ക് എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. പോസ്റ്ററൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നല്ലോ, അതിനുശേഷമുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് നമ്മളറിയുന്നവരൊക്കെ അറിയുന്നല്ലാണ്ട് എന്താ. താങ്ക് യു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. അല്ലല്ല കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ ആദ്യമായിട്ടാണ്. ഒരുപാട് മൺമറഞ്ഞ താരങ്ങളുണ്ട് സിനിമയിൽ. അതെ അതെ. അപ്പോൾ അവരെയൊക്കെ വീണ്ടും കാണുമ്പോൾ പിന്നെ ഗൂസ് ബംസ് എവറി മിനിറ്റ്. താങ്ക് യു. ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. സോ വെരി വെരി. സിനിമയിൽ മൺമറഞ്ഞ ഒരുപാട് താരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ വീണ്ടും കാണുമ്പോൾ അവരെയൊക്കെ മിസ് ചെയ്ത് ഓബ്വിയസ്ലി അത് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നുമില്ല, പടം തിയേറ്ററിൽ കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം. അത്രേ അതിനായിട്ടാണ് ഓടിപ്പടഞ്ഞ് രാവിലെ തന്നെ വന്നത്. ഭയങ്കര പൊളി എക്സ്പീരിയൻസ്. ഒരുപാട് അതേ പറഞ്ഞു, ഭയങ്കര ഭീകര എക്സ്പീരിയൻസ് ആണ്. ഞാനത് കാണാൻ ഒരു 1.5 ആഴ്ചയായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തുകയായിരുന്നു. കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ബ്യൂട്ടിഫുൾ. അതെ.